വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ വേലായുധനാണെങ്കിൽ അവിടെ ശിവൻ്റെ ഒരു വാടക വീട് തന്നെയാണ് കാണിക്കുന്നത്. അതിനകത്ത് ഇവർ വേലായുധനെ കൊണ്ടുപോയി കിടത്തുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പിന്നീട് അകത്തു നിന്ന് വേലായുധൻ കുറ്റിയിടുകയാണ് ചെയ്യുന്നത്. വാതിൽ തുറക്കുന്നുമില്ല. ആ ഉമ്മറത്തെ സിറ്റൗട്ട് കഴിഞ്ഞുള്ള ആ വാതിൽ തന്നെ അടച്ചിരിക്കുന്ന കാണിക്കുന്നത്. പുറത്താണെങ്കിൽ ശിവനും റാണിയും ചന്ദ്രനും വേലായുധൻ്റെ ഭാര്യയും പിന്നെ മകളും റാണിയും ഒക്കെ ഉണ്ട്. അന്നേരം ശിവൻ വാതിലിട്ട് വിളിക്കുന്നുണ്ട്, വേലായുധേട്ട വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വാതിലിൻ്റെ തൊട്ട് താഴെ തന്നെ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേലായുധൻ. ഇല്ല, ഞാൻ തുറക്കില്ല എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. 2-3 പ്രാവശ്യമൊക്കെ ശിവൻ വിളിക്കുന്നുണ്ട്. അവസാനം വാതിൽ ചവിട്ടി പൊളിക്കാനായിട്ട് ഇങ്ങനെ ആദ്യം ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് തുറക്കുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അവിടേക്ക് ഇങ്ങനെ പോലീസ് വണ്ടി വരികയാണ്. അവിടത്തേക്ക് SIയും റസാഖല്ല വരുന്നത്, സബ് ഇൻസ്പെക്ടറും കുറേ പോലീസുകാരും ഒക്കെ വന്ന് ഈ വീട്ടിനകത്തേക്ക് ഇങ്ങനെ വേലായുധനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ്. കുറേ പേരിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഓടിക്കയറി വീടിന് ചുറ്റുമൊക്കെ പോയി നിൽക്കും, രക്ഷപ്പെട്ട് പോവാതിരിക്കാം വേലായുധനെ പിടിക്കാനായിട്ട്. അന്നേരം ശിവനിങ്ങനെ ആകെ അന്തം വിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടും നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ മിക്കവാറും ഇവിടെ വേലായുധനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുമായിരിക്കും. ഗോപാലകൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേലായുധനാണ് എന്നുള്ളത് അവിടെ ചിലപ്പോൾ ഗോപാലകൃഷ്ണനെ ഉപദ്രവിച്ചിട്ട് പറഞ്ഞതോ പറയിപ്പിച്ച് കാണും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി കൊണ്ടുപോയിട്ട് ഇനി വേലായുധം കുറ്റം ഗോപാലകൃഷ്ണനെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗോപാലകൃഷ്ണൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുറ്റം വേലായുധനെ ഏൽക്കുകയാണെങ്കിൽ വേലായുധനെയും ജയിലും കേസും ഒന്നും ഒരു വിഷയമല്ലല്ലോ. മിക്കവാറും ഗോപാലകൃഷ്ണൻ രക്ഷപ്പെട്ടിട്ട് വേലായുധം കേസ് ഏൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാം. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ രേഷ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്ന് അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പിന്നീട് രേഷ്മയെ വിളിക്കുന്നുണ്ട്. അന്നേരം നേരിട്ട് തന്നെ ശാലിനി ചോദിക്കുന്നുണ്ട്, പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഹാർട്ടാണോ ശിവൻ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേഷ്മ ആകെ കൺഫ്യൂഷനിൽ ആകെ കുഴയുകയാണ്. അത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ രേഷ്മയൊന്നും മിണ്ടുന്നില്ല. അന്നേരം ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഇതേ ചോദ്യം തന്നെ ശാലിനി ആവർത്തിക്കുന്നുണ്ട്. അന്നേരം രേഷ്മ ഇങ്ങനെ കുഴങ്ങി നിൽക്കുന്നു. ഇത് സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അത് പറയുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോൾ കാണിക്കാൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് അറിയില്ല എന്നോ പറഞ്ഞു ഒഴിയുകയാണെങ്കിൽ ശാലിനിയുടേതായ രീതിക്ക് അന്വേഷിച്ചാൽ എന്തായാലും കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിഞ്ഞതിന് ശേഷം എന്താകും എന്നുള്ളതും നമുക്ക് നോക്കാം. പിന്നീട് പിള്ള എവിടെ കൊച്ചിനെ ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയും നോക്കുന്നുണ്ട്. അതും എങ്ങനെയാകുമെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.